റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം ഇപ്പോഴും ശക്തമായി തുടരുകയാണ്. ഈ യുദ്ധം സൈനിക രംഗത്ത് മാത്രമല്ല, സമ്പദ് വ്യവസ്ഥയും ഇന്ധന മേഖലയും വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ഉൽപാദക രാജ്യങ്ങളൊന്നായ റഷ്യ ഇപ്പോൾ വലിയ ഇന്ധന പ്രതിസന്ധി നേരിടുകയാണ്. ഈ സാഹചര്യത്തിലാണ് ചരിത്രത്തിലാദ്യമായി ഇന്ത്യയിൽ നിന്ന് പെട്രോൾ ഇറക്കുമതി ചെയ്യാൻ റഷ്യ തീരുമാനിച്ചത്. യുദ്ധത്തിന്റെ ആഘാതം എത്രത്തോളം ശക്തമാണെന്ന് ഈ നീക്കം വ്യക്തമാക്കുന്നു. കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി യുക്രൈൻ റഷ്യയിലെ എണ്ണ ശുദ്ധീകരണശാലകൾ ലക്ഷ്യമിട്ട് നിരവധി ഡ്രോൺ ആക്രമണങ്ങൾ നടത്തി. ഈ ആക്രമണങ്ങളിൽ ചില പ്രധാന റിഫൈനറികൾക്ക് കേടുപാടുകൾ സംഭവിച്ചതായാണ് റിപ്പോർട്ടുകൾ. ഇതോടെ രാജ്യത്തിനകത്ത് പെട്രോൾ ഉൽപാദനം കുറയുകയും പല ഭാഗങ്ങളിലും ഇന്ധന ലഭ്യത കുറയുകയും ചെയ്തു. ഇന്ധനക്ഷാമം രൂക്ഷമായതോടെ റഷ്യയിലെ പല നഗരങ്ങളിലും പെട്രോൾ പമ്പുകൾക്ക് മുന്നിൽ നീണ്ട വാഹനനിരയാണ് കാണുന്നത്. ആവശ്യത്തിന് ഇന്ധനം ലഭിക്കാത്തതിനാൽ ജനങ്ങൾ മണിക്കൂറുകളോളം കാത്തുനിൽക്കേണ്ട സാഹചര്യമുണ്ടായി. ചില സ്ഥലങ്ങളിൽ ഒരു വാഹനത്തിന് നൽകുന്ന ഇന്ധനത്തിന്റെ അളവിലും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പെട്രോൾ വിലയും വലിയ തോതിൽ ഉയർന്നിരിക്കുകയാണ്. ഇതോടെ സർക്കാർ ചില പ്രദേശങ്ങളിൽ ഇന്ധന റേഷനിംഗ് നടപ്പിലാക്കി. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്ധനം നിയന്ത്രിതമായി വിതരണം ചെയ്യുകയാണ് ഇപ്പോൾ. റഷ്യയിലെ 11 സമയമേഖലകളിലും ഈ പ്രശ്നം അനുഭവപ്പെടുന്നുണ്ടെന്നാണ് അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ പ്രതിസന്ധി മറികടക്കാനാണ് റഷ്യ ഇന്ത്യയിൽ നിന്ന് പെട്രോൾ വാങ്ങാൻ തീരുമാനിച്ചത്. ഇതിനകം തന്നെ ഇന്ത്യയിൽ നിന്ന് 2 വലിയ ടാങ്കർ കപ്പലുകളിലായി ഏകദേശം 60,000 മെട്രിക് ടൺ പെട്രോൾ റഷ്യയിലേക്ക് അയച്ചതായി റിപ്പോർട്ടുകളുണ്ട്. ചരിത്രത്തിൽ ആദ്യമായാണ് ഇന്ത്യയിൽ നിന്ന് റഷ്യ നേരിട്ട് പെട്രോൾ ഇറക്കുമതി ചെയ്യുന്നത്. സാധാരണയായി ഇന്ത്യ റഷ്യയിൽ നിന്ന് അസംസ്കൃത എണ്ണ വാങ്ങി സ്വന്തം റിഫൈനറികൾക്ക് ശുദ്ധീകരിച്ച ശേഷമാണ് വിവിധ രാജ്യങ്ങളിലേക്ക് പെട്രോൾ, ഡീസൽ തുടങ്ങിയ ഇന്ധന ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്നത്. ഇപ്പോൾ അതേ ഇന്ത്യയിൽ നിന്നാണ് റഷ്യ തന്നെ പെട്രോൾ വാങ്ങുന്നത് എന്നത് ശ്രദ്ധേയമായ മാറ്റമാണ്. ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല, മറ്റു രാജ്യങ്ങളിൽ നിന്നുമുള്ള ഇന്ധന ഇറക്കുമതിയും വർദ്ധിപ്പിക്കാനാണ് റഷ്യയുടെ പദ്ധതി. അയൽ രാജ്യമായ ബെലാറസ് ഉൾപ്പെടെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് പ്രതിമാസം ഏകദേശം 4 ലക്ഷം ടൺ പെട്രോൾ ഇറക്കുമതി ചെയ്യാനാണ് റഷ്യ ലക്ഷ്യമിടുന്നത്. വേനൽക്കാലത്ത് റഷ്യയിലെ പെട്രോൾ ഉപയോഗം സാധാരണത്തേക്കാൾ കൂടുതലാണ്. പ്രതിദിനം ഏകദേശം 1,10,000 ടൺ വരെ പെട്രോൾ ആവശ്യമായി വരാറുണ്ട്. ആയതിനാൽ ആഭ്യന്തര ഉൽപാദനം കുറഞ്ഞ സാഹചര്യത്തിൽ വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കേണ്ട അവസ്ഥയിലാണ് റഷ്യ എത്തിയിരിക്കുന്നത്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും രാജ്യത്തെ ഇന്ധന പ്രതിസന്ധി തുറന്നു പറഞ്ഞിട്ടുണ്ട്. മന്ത്രിമാരുടെ യോഗത്തിൽ സംസാരിക്കവെയാണ് എണ്ണ ശുദ്ധീകരണശാലകൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങൾ രാജ്യത്തെ ഇന്ധന വിതരണത്തെ ബാധിച്ചതായി അദ്ദേഹം സമ്മതിച്ചത്. പ്രതിസന്ധി പരിഹരിക്കാൻ സർക്കാർ നിരവധി നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. ഇന്ധന ഇറക്കുമതി കൂടുതൽ എളുപ്പമാക്കുന്നതിനായി നികുതി നിയമങ്ങളിൽ ഭേദഗതി വരുത്തിയിട്ടുണ്ട്. കൂടാതെ വിദേശത്ത് നിന്ന് ഇന്ധനം വാങ്ങുന്ന കമ്പനികൾക്ക് സാമ്പത്തിക സഹായവും സബ്സിഡിയും നൽകുമെന്ന് റഷ്യ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ഊർജ്ജ മേഖലയിലെ സഹകരണം കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ശക്തമാണ്. പാശ്ചാത്യ രാജ്യങ്ങളുടെ ഉപരോധങ്ങൾക്ക് പിന്നാലെ ഇന്ത്യ റഷ്യയിൽ നിന്ന് വലിയ തോതിൽ അസംസ്കൃത എണ്ണ വാങ്ങാൻ തുടങ്ങിയിരുന്നു. കുറഞ്ഞ വിലയിൽ ലഭിച്ച എണ്ണ ഇന്ത്യ ശുദ്ധീകരിച്ച് ആഭ്യന്തര ആവശ്യത്തിനും കയറ്റുമതിക്കുമായി ഉപയോഗിച്ചു. ഇപ്പോൾ അതേ ബന്ധത്തിന്റെ ഭാഗമായാണ് റഷ്യ ഇന്ത്യയിൽ നിന്ന് പെട്രോൾ വാങ്ങുന്നത്. ഇതിനിടെ മറ്റൊരു പ്രധാന സംഭവ വികാസവും ഉണ്ടായി. റഷ്യയ്ക്ക് സാങ്കേതിക സഹായം നൽകിയെന്ന് ആരോപണത്തെ തുടർന്ന് അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയിരുന്ന 4 ഇന്ത്യൻ കമ്പനികളെ കരിമ്പട്ടികയിൽ നിന്ന് ഒഴിവാക്കി. അമേരിക്കൻ ട്രഷറി വകുപ്പിന്റെ കീഴിലുള്ള ഓഫീസ് ഓഫ് ഫോറിൻ അസിസ്റ്റഡ് കൺട്രോൾ ആണ് ഈ തീരുമാനം പ്രഖ്യാപിച്ചത്. ഇതോടെ ആ കമ്പനികൾക്കെതിരെ നിയന്ത്രണങ്ങൾ പിൻവലിക്കപ്പെട്ടു. കരിമ്പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയ കമ്പനികളിൽ ഹൈദരാബാദ് ആസ്ഥാനമായ RRG എഞ്ചിനീയറിംഗ് ടെക്നോളജീസ് പ്രൈവറ്റ് ലിമിറ്റഡ്, ലോകേഷ് മെഷീൻസ് ലിമിറ്റഡ്, അഹമ്മദാബാദ് ആസ്ഥാനമായ ഗാലക്സി ബയറിംഗ് ലിമിറ്റഡ്, ഡൽഹി ആസ്ഥാനമായ ഗൗരി എയറോനോട്ടിക്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നിവ ഉൾപ്പെടുന്നു. ഈ തീരുമാനത്തിന് പിന്നിലെ കാരണം അമേരിക്ക വിശദമായി വ്യക്തമാക്കിയിട്ടില്ലെങ്കിലും കമ്പനികൾക്ക് ഇനി സാധാരണ വ്യാപാര പ്രവർത്തനങ്ങൾ തുടരാൻ സാധ്യമാകുമെന്നാണ് റിപ്പോർട്ടുകൾ. റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം ലോകത്തിലെ പല മേഖലകളിലും വലിയ മാറ്റങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയാണ്. ലോകത്തിലെ പ്രധാന എണ്ണ ഉൽപാദക രാജ്യമായ റഷ്യ തന്നെ ഇന്ത്യയിൽ നിന്ന് പെട്രോൾ ഇറക്കുമതി ചെയ്യേണ്ട സാഹചര്യം യുദ്ധത്തിന്റെ ആഘാതം എത്രത്തോളം ശക്തമാണെന്ന് വ്യക്തമാക്കുന്നു. അതേസമയം ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ഊർജ്ജ സഹകരണം കൂടുതൽ ശക്തമാകുന്നതിന്റെ സൂചന കൂടിയാണ് ഈ നീക്കം. ഇതിനൊപ്പം 4 ഇന്ത്യൻ കമ്പനികൾക്കെതിരായ അമേരിക്കൻ വിലക്ക് പിൻവലിച്ചതും ഇന്ത്യയുടെ വ്യാപാര ബന്ധങ്ങൾക്ക് അനുകൂലമായ ഒരു വാർത്തയായി വിലയിരുത്തപ്പെടുന്നു. വരും ദിവസങ്ങളിൽ ഈ സംഭവ വികാസങ്ങൾ ആഗോള ഇന്ധന വിപണിയെ, രാജ്യാന്തര ബന്ധങ്ങളെയും എങ്ങനെ സ്വാധീനിക്കുമെന്നത് ശ്രദ്ധിക്കപ്പെടുന്ന കാര്യമായിരിക്കും. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.